നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മക്കൾക്ക് അമ്മമാരോടാ ഏറ്റവും വലിയ കടപ്പാട്. അത് കഴിഞ്ഞേയുള്ളൂ ഭാര്യയോട്. എന്താടാ അങ്ങനെയല്ലേ? മറുപടി പറയടാ, കുഞ്ഞു മനസ്സിലാക്കട്ടെ. എന്റെ ജീവിതം മാറ്റിവെച്ച് ഞാനത് തെളിയിച്ചല്ലേ. ഇനിയൊരു പറച്ചിലിനുകൂടി ആവശ്യമുണ്ടോ? എന്റെ കയ്യിലൊരു സമ്മാനമുണ്ട്. അതെന്താ? ഒന്ന് കുനിഞ്ഞേ. കുനിഞ്ഞേ കുനിയേ. ഇനി കണ്ണടക്കി. അടച്ചു. ഇനി ഞാൻ പേര് വിളിക്കും. അവര് വന്ന് സമ്മാനം തരട്ടെ. ആയിക്കോ. ആദ്യം പള്ളിച്ചൻ. അപ്പോ അച്ഛനെ നീ തഴഞ്ഞു അല്ലേ? അച്ഛൻ വെറും അച്ഛനല്ലേ. ദേ അത് വല്യച്ഛനാ. ചക്കര. ഹാപ്പി ബർത്ത്ഡേ അമ്മ. സത്യമ്മ ഇപ്പോഴും താങ്ക്സ് പറഞ്ഞില്ല. അമ്മമാര് മക്കളോട് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല. മക്കൾക്ക് എപ്പോഴും അമ്മമാരോടായിരിക്കണം നന്ദി വേണ്ടത്. ഒരായുസിന്റെ കടമുണ്ട് മക്കൾക്ക്. അല്ലേ വിഷ്ണു? എന്താടാ ഉത്തരവില്ലേ? മക്കൾക്ക് അമ്മമാരോടാ ഏറ്റവും വലിയ കടപ്പാട്. അത് കഴിഞ്ഞേയുള്ളൂ ഭാര്യയോട്. എന്താടാ അങ്ങനെയല്ലേ? മറുപടി പറയടാ, കുഞ്ഞു മനസ്സിലാക്കട്ടെ. എന്റെ ജീവിതം മാറ്റിവെച്ച് ഞാനത് തെളിയിച്ചല്ലേ. ഇനിയൊരു പറച്ചിലിനുകൂടി ആവശ്യമുണ്ടോ? എന്തിനാ ഭാമേ നല്ലൊരു ദിവസമായിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ? അതെ 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 മോളെ, ഇനി എന്റെ പേര് വിളിച്ചേ. എന്നാ എന്നെ വിളിക്കണേ. ശരി ശരി. അടുത്തതായി അച്ഛൻ ആൻഡ് അമ്മ. ഞാനും കൂടി കൂടാം. കുടിക്കോ. കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ സത്യമ്മേ. എന്റെ സുന്ദരിങ്ങ് വന്നേ. അത് കൊടുത്തോണ്ട് ഉപദ്രവിക്കാൻ വരില്ലെന്നാ പറഞ്ഞേ. നീ ഇത് ഏത് ലോകത്താ കുട്ടി? കള്ളനും കവർച്ചക്കാരും വാക്ക് പാലിക്കൂ. അവരിനിയും പണത്തിന് ആവശ്യം വരുമ്പോ നിന്നെ വിളിക്കും. ദുരയും ആർത്തിയും പിടിച്ച പിശാചിന്റെ ഭണ്ഡാരം നിറയ്ക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അവർക്ക് പോയ ഭീഷണിയുടെ 2-3 വാചകങ്ങൾ അതിന്റെ ചിലവല്ലേ ഉള്ളൂ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു കുഞ്ഞേച്ചി?
സത്യങ്ങളെല്ലാം എല്ലാരും അറിയട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കണമായിരുന്നോ? എന്നെ അറിയിക്കായിരുന്നില്ലേ നിനക്ക്? കുഞ്ഞേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെ ചെയ്യാൻ പറ്റും? അറ്റ്ലീസ്റ്റ് പണം നീ ഒളിപ്പിച്ച് വെച്ചെടുത്ത് നിന്ന് എടുത്തോണ്ട് പോകുന്നത് ആരാണെന്നെങ്കിലും അറിയായിരുന്നില്ലേ? ശത്രു ആരാണെന്ന് തിരിച്ചറിയുമ്പോഴല്ലേ അവരെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്ന് തീരുമാനിക്കാൻ പറ്റുക. ഞാൻ ചെയ്തത് വലിയ അബദ്ധമായല്ലേ ഈശ്വര. സാരമില്ല മോളെ, ഒന്നും നിന്റെ തെറ്റല്ലല്ലോ. ദുഷ്ടരായ മനുഷ്യരെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചിരിക്കുന്നു തിരിച്ചറിയാനുള്ള ലോകപരിചയം നിനക്കില്ലാതെ പോയി. കുഞ്ഞേച്ചിയോട് പറയായിരുന്നു, അതിനു പോലും തോന്നിയില്ല. സാരമില്ല, ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. ദേ, ഇനി ഞാൻ നിന്റെ കൂടെയുണ്ട്. കുഞ്ഞേച്ചി, ഏയ്, സാരമില്ല എന്ന് പറഞ്ഞില്ലേ? വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. വാ. വേണ്ട, ഞാൻ പൊക്കോളാം. ഇനി അവിടെ വന്ന് കുഞ്ഞേച്ചി ആരെങ്കിലും കണ്ട, കുഞ്ഞേച്ചിയുടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ഭാരം നെഞ്ചിന്ന് ഇറങ്ങിയ പോലെ. ഞാൻ പൊക്കോട്ടെ. ഇനി എന്തുണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ഓർക്കണം. ദീപു സാറേ, ഇന്നത്തെ കച്ചവടത്തിന്റെ ലാഭക്കണക്ക് കൂട്ടുകാരിക്കോ അല്ലേ? മനക്കോട്ടെ കെട്ടിക്കോ സാറേ. പക്ഷെ പണയം തിരിച്ചെടുക്കാൻ ആ പെൺകൊച്ച് തിരിച്ചു വന്ന പണി പാളും. ഓ, അവളൊന്നും ഇനിയും. മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. എന്താ വെക്കാനുള്ളത്? വെക്കാനല്ല, എടുക്കാനാ. എടുക്കാനോ? അതിന് നിങ്ങളിവിടെ ആഭരണങ്ങളൊന്നും പണയം വെച്ചിട്ടില്ലല്ലോ. ഞാനൊന്നും വെച്ചിട്ടില്ല. കുറച്ചു മുമ്പ് ഇവിടെ ഒരു പെൺകുട്ടി കൊണ്ടുവച്ച ആഭരണത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരുടെ ആരാ നിങ്ങള്? ഞാൻ ആരോ ആയിക്കോട്ടെ, ആ സ്വർണത്തിന്റെ കാര്യം സംസാരിക്കാനാ ഞാനിപ്പോ വന്നത്. ആ കുട്ടിയുമായി നിങ്ങൾക്ക് എന്താ ബന്ധമെന്നറിയാതെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ആരോടും? ആരോടും? പോലീസിനോടും. മേഡം പോലീസാ? അതൊക്കെ ആവശ്യം വന്നാൽ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ. മേഡത്തിന് എന്താ വേണ്ടത്? ഇപ്പൊ ഇവിടെ വന്ന ആ പെൺകുട്ടിയില്ലേ, ശ്യാമ, അവൾ ആഭരണം പണയം വെച്ചതിന്റെയും നിങ്ങൾ പണം കൊടുത്തതിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് റെസിപ്റ്റ്. കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ മേഡം? റെസിപ്റ്റ്. ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.